നമ്മളുണ്ടാക്കിയ ഈ സാധനം ഇനി എവിടെ പ്ലേസ് ചെയ്യും? ഞാൻ അവസാനം വന്നെത്തിയത് നമ്മുടെ സിറ്റിംഗ് റൂമിൽ തന്നെയാണ്. എനിക്കിവിടെ ഒരു റൗണ്ട് ടേബിളുണ്ട്, അതിൻ്റെ മുകളിൽ ഇത് വെക്കാം. അപ്പോൾ ഇതിനടുത്താണെങ്കിൽ ജനലും ഉണ്ട്, പിന്നെ ആ ഫ്രഞ്ച് വിൻഡോ തുറന്നു കഴിയുമ്പോൾ അവിടുന്ന് കാറ്റും വെളിച്ചമൊക്കെ വരും. അപ്പം ഇവർക്ക് വളരാനുള്ള സൂര്യപ്രകാശമൊക്കെ കിട്ടുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇങ്ങോട്ടങ്ങ് വയ്ക്കാം. അങ്ങനെ നമ്മുടെ സിറ്റിംഗ് റൂമിലേക്ക് ആ ഒരു പുതിയ മെമ്പറെ കൂടെ ഞാൻ ആഡ് ചെയ്തു. ഹലോ, വെൽക്കം ബാക്ക്. പലരും ചെയ്യുന്ന കണ്ടു, അപ്പോൾ എനിക്കും ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ കോഴിക്കോടിൻ്റെ സൈഡിൽ കാക്ക കയറാതെയും കീരി കയറാതെയൊക്കെ വെച്ചിരുന്ന ഒരു നെറ്റ് ഞാനിങ്ങനെ എടുത്തു. ഇതാണ്ടേ ഈ ഒരു നെറ്റിൻ്റെ ചെറിയ പോർഷൻ. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊരു സൂത്രം ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം ശരിയാവുമെന്ന് അറിഞ്ഞുകൂടെ, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യാണ്. ഈ കട്ടർ വെച്ച് തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പച്ചക്കറികളും ചെടികളും ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടർ തന്നെയാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ കട്ടിങ് പോർഷൻ തീരുന്നു. ഇതാണ്ടേ ഇത് ലാസ്റ്റ് ഒരെണ്ണം കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 2 പീസായി. യെസ്, ഇതൊരു ചെറിയ പീസ്, നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. വലിയ പീസ് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ചെറിയ പോർഷനില്ലേ, ഇതിനെ ഞാനൊന്ന് റോൾ ചെയ്യുക. ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഈ കട്ടിങ് എൻഡ് ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ ഒന്ന് ഹുക്ക് ചെയ്യുവാണ്. ഇതിനകത്തോട്ടൊന്ന് കയറ്റിയിടുക. സോ നമ്മളിങ്ങനെ റോൾ ചെയ്തു, അതായത് ഈ കട്ടിങ് എഡ്ജ് തന്നെ ഇതിലേക്ക് കയറ്റി ഹുക്ക് ചെയ്തു. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല. ഈ മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ഇങ്ങനൊരു റൗണ്ട് ഉണ്ടാക്കിയെടുത്തത്. ഇതിങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആസ് യൂഷ്വൽ നമ്മളൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ്ടേ ഇത് ചകിരിച്ചോറ്, ഇത് എല്ലുപൊടി, ഇത് ചാണകം. അപ്പോൾ ഇത് 3 എടുത്തു. ഇനി നമുക്ക് ഇത് നമ്മുടെ മണ്ണിനോടുകൂടി മിക്സ് ചെയ്യാം. നമ്മളുടെ ഈ പോട്ടിംഗ് മിക്സിനുള്ള വളങ്ങളെല്ലാം ബക്കറ്റിലേക്ക് ഇടുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്തിനും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ബേസിനാണ്. ഇങ്ങനെ ഇരിക്കും, ഇത് കണ്ട. ഇനി ഇതിൻ്റെ കൂടെ മണ്ണ്, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള മണ്ണ് കൂടെ എടുക്കണം. എന്നിട്ടേ നമ്മൾ ഈ മണ്ണിനെ ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതിനകത്തുള്ള വേരുകളും എല്ലാം പിടിക്കെടുത്ത് ദൂരെ കളയാം. അടിയിൽ ഓടോ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഈ ഹോൾസൊക്കെ അങ്ങ് അടയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് കിടന്നിരുന്ന കുറേ ഓട് പീസുകളുണ്ട്, പൊട്ടിയ, അതെല്ലാം ഇട്ട് തന്നെ ഞാനിതങ്ങ് അടയ്ക്കുകയാണ്. അങ്ങനെ അടിയിലുള്ള ഹോൾസ് എല്ലാം നമ്മളിങ്ങനെ അടച്ചെടുത്തു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോട്ടിംഗ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാ നമ്മൾ ചെടി നടുന്ന പോലെ തന്നെയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കട്ടയുണ്ട്, അതൊക്കെ പൊട്ടിച്ച് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഇനിയാണ് സംഭവം വരാൻ പോകുന്നത്. ഒരു ഹാഫ് പോർഷൻ ഇട്ടു. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൗണ്ടില്ലേ, അവനെ എടുത്ത് നടുക്കോട്ടങ്ങ് ഫിക്സ് ചെയ്തു. ഇങ്ങനെ. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്താണ് നമ്മൾ നിറച്ച് കൊടുക്കാൻ പോകുന്നത്. ചട്ടിയുടെ ഒരു പകുതി പോർഷനോളം പോട്ടിംഗ് മിക്സ് ഇട്ടു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ റിങ്ങിനെ നമ്മൾ നടുവെ കുത്തി നിർത്തിയിരിക്കുകയാണ്, അതിൻ്റെ നടുക്കായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കോട്ടാണ് ഇതിടേണ്ടത്.
ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് നടുവോ പോർഷനിലേക്ക് നമ്മളിതിട്ട് കൊടുക്കണം. അപ്പോൾ കുറേയേറെ വെളിയിലോട്ട് വരും, കാരണം ഇതെല്ലാം ഓപ്പൺ ആണല്ലോ. അതുകൊണ്ടാണ് പകുതി ഇട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയായി നമ്മുടെ ചട്ടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചട്ടിയുടെ ഒത്ത നടുക്കായിട്ട് നമ്മൾ ആ റൗണ്ട് ചെയ്ത് വെച്ച മെറ്റൽ മെഷ് നിൽക്കുകയാണ്. ചട്ടിയുടെ പകുതി വരെ നമ്മൾ മണ്ണിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതേ നടുക്കൂടി ഇട്ടപ്പോൾ ഈ ഇടയ്ക്കുള്ള ഹോളിൽ കൂടെ മണ്ണ് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ചട്ടിയുടെ മുക്കാൽ പോർഷനും മണ്ണായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ചെടി നടാം. ഇതിൻ്റെ അകത്ത് നടാനായിട്ട് ഞാൻ ഇത്രയും മണി പ്ലാന്റ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതേ എല്ലാം കൊച്ചു കൊച്ചു പീസസാണ്. അപ്പം നമുക്ക് ഇനി ഇത് ഇവിടെ നടാം. ഓരോ പോർഷനിലായിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇനി നമ്മളെടുത്തിരിക്കുന്ന ഈ മണി പ്ലാന്റിനെയെല്ലാം ഇതിനകത്ത് കുത്തി കുത്തി വെക്കണം. സോ നമുക്ക് ഏറ്റവും നല്ല പോർഷൻ, അതായത് ഈ ടിപ്പ് കിടക്കുന്നതൊക്കെ ഏറ്റവും മുകളിൽ കുത്താം. ഇത് ലൂസ് മണ്ണായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും. താഴെയാണെങ്കിലും നമ്മുടെ മണ്ണിനകത്തോട്ട് ഓരോന്നോരോന്നെടുത്ത് കുത്തി കൊടുക്കുക. ഇതൊക്കെ ടിപ്പുകളാണ്. ഇത് നമുക്ക് മുകളിൽ കുത്താം. ഈ മണി പ്ലാന്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളൊന്ന് കുത്തി ഇറക്കിയാൽ മതി, അതങ്ങ് താന്ന് പൊക്കോളും. അതും മണ്ണും നമ്മുടെ പൊട്ടി മിക്സ് എല്ലാം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതല്ലേ, എല്ലാം ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എല്ലാ പീസിനെയും നമുക്ക് ഇതിനകത്ത് കുത്തി കുത്തി കൊടുക്കാം. ഏറ്റവും അടിയിലും വെക്കണം, പിന്നെ ഓരോ പീസസ് മുകളിലോട്ടും. ഇങ്ങനെ നമ്മൾ ഈ മുറിച്ചിട്ടിരിക്കുന്നത് മുഴുവനും ഇതിനകത്ത് കുത്തിവെക്കണം. ഈ ലൂസ് ആയതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ ഇങ്ങനെ ഒന്ന് കുത്തിയാൽ മതി, അതങ്ങ് കയറി അതോട്ട് വെക്കുള്ളൂ. കുറേ ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നല്ല ബുഷിയായിട്ട് വരും. എവിടെയൊക്കെയാണോ എം ടി ആയിട്ട് കിടക്കുന്നത് അവിടെ നോക്കി നമുക്ക് ഇത് കുത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പീസസും നമ്മൾ ഇതിന് ചുറ്റും കുത്തി കൊടുത്തു. ഇത് പെട്ടെന്ന് കിളിച്ച് വരും. ഇത് ഫുള്ളായിട്ട് പിടിച്ച് നല്ല ബുഷിയായിട്ട് വരുമ്പം നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനും. സോ ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെ. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വളർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി വരാൻ പോവുക. അപ്പം നമുക്ക് ഇതിനെ കൊണ്ടുപോയി നമുക്ക് വെക്കേണ്ട പ്ലേസ് തന്നെ വെച്ചേക്കാം, അകത്ത് വയ്ക്കാം. ഒരു ഒഴിഞ്ഞ കോർണറാണ്, എന്നാൽ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു പച്ചപ്പ് വന്നപ്പോഴേക്കും ആ പ്ലേസിനെ ഒന്ന് ഹൈലൈറ്റ് ആക്കി നിർത്തി.